വേഗവരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉത്തമഗീതം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉത്തമഗീതം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ശലോമോന്റെ ഉത്തമഗീതം. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. നിന്റെ തൈലം സൗരഭ്യമായത്. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ അവസാന പുത്രനായിരുന്നു ശലോമോൻ. ശലോമോൻ എന്ന പേരിന്റെ അർത്ഥം സമാധാനം എന്നാണ്. നാഥാൻ പ്രവാചകൻ അവനെ യൊദിദ്യാവ് എന്ന് നാമകരണം ചെയ്തു, അതായത് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവൻ. ഇത് 2 ശമൂവേൽ 12-ാം അധ്യായം 25-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. ശലോമോൻ തന്റെ പിതാവായ ദാവീദിനെ പോലെ ഒരു സങ്കീർത്തനക്കാരനായിരുന്നു. അവൻ 3000 പഴഞ്ചൊല്ലുകൾ സംസാരിച്ചു. അവന്റെ പാട്ടുകൾ 1005 എന്ന് തിരുവെഴുത്ത് പറയുന്നു. 1 രാജാക്കന്മാർ 4-ാം അധ്യായം 32-ാം വാക്യത്തിൽ ഇത് കാണാം. അദ്ദേഹം എഴുതിയ സദൃശ്യവാക്യങ്ങൾ, ശലോമോന്റെ ഉത്തമഗീതം, സഭാപ്രസംഗി എന്നീ 3 പുസ്തകങ്ങൾ തിരുവെഴുത്തുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉത്തമഗീതത്തിൽ ആകെ 8 അധ്യായങ്ങളുണ്ട്. ഈ ഗാനങ്ങളും ദാവീദിന്റെ 45-ാം സങ്കീർത്തനവും മണവാട്ടിയുടെ പാട്ടുകൾ പോലെയാണ്. ഉത്തമഗീതത്തിൽ നാം യേശുക്രിസ്തുവിനെ ആത്മീയ മണാളനായി കണ്ടുമുട്ടുന്നു. ഞങ്ങൾ അവന്റെ മഹത്തായ സ്നേഹത്തെയും രാജ്യത്വത്തെയും കുറിച്ച് ധ്യാനിക്കുകയും അവനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ശലോമോന്റെ ഈ ഗാനം എല്ലാ ഗാനങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമെന്ന് വിളിക്കപ്പെടുന്നു. തെലുങ്കിലും മലയാളത്തിലും ഉത്തമഗീതം എന്നും ഹിന്ദിയിൽ ലവ് സോങ് എന്നും വിളിക്കുന്നു. എന്നാൽ സോങ് ഓഫ് സോങ്സ് എന്ന ഇംഗ്ലീഷ് തലക്കെട്ടാണ് ഏറ്റവും ആകർഷണം. എന്നാൽ ആത്മാവിന്റെ കാമുകനോടൊപ്പം ഉന്നതമായ ഉയർന്ന സ്ഥലങ്ങളിൽ നടക്കുകയും അവന്റെ പരമമായ സ്നേഹത്താൽ നിറയുകയും ചെയ്യുന്നത് എത്ര വലിയ സന്തോഷമാണ്. അവന്റെ സ്തുതി പാടാനും ഈ ലൗകിക മരുഭൂമിയുടെ നടുവിൽ നമ്മുടെ ആത്മാവിന്റെ കാമുകന്റെ നെഞ്ചിൽ ചാരി അവന്റെ സ്തുതികൾ പാടുന്നത് തീർച്ചയായും ഒരു അത്ഭുതകരമായ അനുഭവമാണ്. തിരുവെഴുത്തിലെ ചില പുസ്തകങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തെ എല്ലാ സൃഷ്ടികളുടെയും ദൈവമായി പരിചയപ്പെടുത്തുന്നു, സർവശക്തനായ ദൈവമായും. ചില വാക്യങ്ങളിൽ അവനെ നമ്മുടെ നിത്യനായ സ്വർഗീയ പിതാവായി കാണിക്കുന്നു. ഒരമ്മയെ പോലെ അവൻ നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ നമ്മുടെ ഉറ്റ സുഹൃത്തായും കാണുന്നു. പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിലും, ചിലപ്പോൾ നമ്മൾ അവനെ ഒരു സഹോദരനായി കാണും. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞങ്ങൾ അവനെ അറിയുന്നു. ഞങ്ങൾക്ക് നല്ല ഉപദേശം നൽകുന്ന ഒരു കൗൺസിലർ എന്ന നിലയിലും. എന്നാൽ ഉത്തമഗീതത്തിൽ നാം നമ്മുടെ ആത്മാവിന്റെ കാമുകനായും ആത്മീയ മണാളനായും കാണുകയും അവനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഒരു വധു തന്റെ വരനെ ആരാധിക്കുന്നത് പോലെ നിയുക്ത വധുക്കൾ വരന്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമുക്കും കർത്താവായ യേശുവിൽ സന്തോഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വെളിപ്പാട് 21-ാം അധ്യായം 2-ാം വാക്യം. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം രാവിലെ വിലാപങ്ങൾ 3, 4, 5 അധ്യായങ്ങൾ. വൈകുന്നേരം എബ്രായർ 10-ാം അധ്യായം 19 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.